പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ കുടുംബങ്ങളിൽ വലിയ ദൈവാനുഗ്രഹങ്ങളും ശക്തിയും നിറയട്ടെ എന്ന് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. 1573 ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായി ഗ്രിഗറി 13 മാർപ്പാപ്പ ആ ദിവസത്തെ പ്രത്യേകമായിട്ട് മാറ്റിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യമുണ്ട്. പാപത്തെ ഹനിക്കുവാനും ദൈവാനുഗ്രഹം ലഭിക്കുവാനുമുള്ള ഏറ്റവും അത്ഭുതകരമായ ഉപാധിയാണ് ജപമാല. പാപത്തെ ഹനിക്കുവാനും ദൈവാനുഗ്രഹം ലഭിക്കുവാനുമുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് പരിശുദ്ധ ജപമാല. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന്, പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കർത്താവ് പറയുന്നില്ലേ, നിയമത്തിൽ നീ എന്തെഴുതിയിരിക്കുന്നു, എന്ത് വായിക്കുന്നു? കാരണം നീ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ, അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നീ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ വേണം നീ അവനെ ആരാധിക്കേണ്ടത്. ഇത് നിയമത്തിൽ എഴുതിയിരിക്കുന്നതും നമ്മൾ വായിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഈ പരിശുദ്ധ ജപമാല ഭക്തിയിലൂടെ നമ്മൾ ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവും സഭയും ക്രിസ്തുവിനോട് ചേർന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ ഹനിക്കണം, പാപത്തെ ഇല്ലാതാക്കണം, ദൈവാനുഗ്രഹങ്ങൾ നേടിയെടുക്കണം. അതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് ഈ ജപമാലയുടെ വലിയ ആഴങ്ങളിലേക്ക് പോകുവാൻ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുവാൻ, അമ്മയിലുണ്ടായിരുന്ന പുണ്യങ്ങൾ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതും സഭ നമ്മളോട് ആവശ്യപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് പുണ്യത്തിൽ വളരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അവളുടെ എളിമ. അവളുടെ സ്വയം വിനീതയായി, ദാസിയായി അവൾ തന്നെ മാറ്റിയത്. നമുക്ക് ഈ 2-ാം ദിവസം, ഇനിയുള്ള 30 ദിവസങ്ങളിലും പ്രാർത്ഥിക്കേണ്ടതാ, അമ്മേ മാതാവേ, എളിമയെന്ന വലിയൊരു പുണ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപത്തെ തോൽപ്പിക്കുവാൻ, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ എളിമയെന്ന പുണ്യം പരിശുദ്ധ ജപമാലയോട് ചേർത്ത് വെച്ച് നമുക്കും കാഴ്ചവെക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ 2-ാം ദിവസം വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ ഈ വചനം വീണ്ടും നമ്മൾക്ക് ശക്തി നൽകട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക്, സന്യാസ ഭവനങ്ങളിലേക്ക്, വിവിധ ദേവാലയങ്ങളിലേക്ക്, വിവിധ ജോലി സ്ഥലങ്ങളിലും പഠന സ്ഥലങ്ങളിലും ശുശ്രൂഷാ തലങ്ങളിലുമൊക്കെ ആയിരുന്നു കൊണ്ട് ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടിക്കൊണ്ടും നമുക്കൊരു നിമിഷം ഈ ദിവസത്തെ ഈ ശുശ്രൂഷയെ പൂർണ്ണമായും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെ, ഞങ്ങളുടെ വൈദികരെ, സമർപ്പിതരെ, ഞങ്ങളുടെ എല്ലാ ദൈവമക്കളെ, ഞങ്ങളുടെ യുവതി യുവാക്കളെ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ, കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളെ, സമരസഭയിലും സഹനസഭയിലും ആയിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജയസഭയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ സ്വർഗീയ സന്നിധിയിലായിരിക്കുന്ന എല്ലാ വിശുദ്ധരുടെയും വിജയസഭയിലുള്ള എല്ലാ മക്കളോടും ചേർന്ന് ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനുഭവിച്ചുകൊണ്ട് നിന്നോടൊപ്പം ആരാധിപ്പോ ദൂതന്മാരെ സഹദാന്മാരെ കൈകൾ കൂപ്പി വാഴ്ത്താവായോ ഈശോനാഥ സ്നേഹരൂപ മാതാവിനൊപ്പം വാഴ്ത്താ നാഥ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ശാലോം ടെലിവിഷനിലൂടെയുള്ള ഈ മാധ്യമ ശുശ്രൂഷയിൽ ഈ ജപമാല രാജ്ഞി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ വിശുദ്ധ എലിസബത്തിനെ സന്ദർശിച്ച ശേഷം പരിശുദ്ധ അമ്മയുടെ ഒരു സ്തോത്രഗീതമുണ്ട്. ഇതിൽ അമ്മ പറയുന്ന വാക്കുകളാണ് 1-ാം അധ്യായം 46 മുതൽ നമ്മൾ വായിക്കുക. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. തൻ്റെ ദാസിയുടെ താഴ്മയെ എങ്ങനെയാണ് ദൈവം കടാക്ഷിച്ചത്? തൻ്റെ പ്രിയപ്പെട്ടവളുടെ, തൻ്റെ പ്രിയ മാതാവിൻ്റെ, പിതാവിൻ്റെ പ്രിയപ്പെട്ട മകളും പുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമെന്ന് നാം വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ താഴ്മയെ, എളിമയെ എങ്ങനെ ദൈവം കടാക്ഷിച്ചുവെന്ന്. ആ ഒരു എളിമയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ആ എളിമയാണ് സ്വർഗം എല്ലാ വിശുദ്ധരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ഈ ലോകത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിജീവിതങ്ങളിൽ, സഭാതലങ്ങളിൽ ഒക്കെ നമുക്കിന്ന് കാണാൻ പറ്റുന്നൊരു കാര്യം, എളിമപ്പെടാൻ പറ്റാതെ ഞാൻ എന്ന ഒരു വലിയ അഹങ്കാരത്തിൻ്റെ, ഞാൻ എന്ന ഒരു വലിയ വാക്കിൻ്റെ, വികാരത്തിൻ്റെ ഒരവസ്ഥ, അതുമൂലമുണ്ടാകുന്ന തകർച്ചകൾ, അതുമൂലം കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന ഭിന്നതകൾ, സഭാതലങ്ങളിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് അല്ലെങ്കിൽ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് നമ്മൾ വലിയ ലക്ഷ്യം വയ്ക്കുന്നൊരു കാര്യമാണ്. തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കിയതും, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചതും, എളിയവരെ ഉയർത്തിയവനുമായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് എളിമയുടെ നിറകുടം. എളിമയുടെ വലിയ മധ്യസ്ഥയാണ് അവൾ. അവളോട് പ്രാർത്ഥിച്ചാൽ, അവളോട് ചേർന്നിരുന്ന് ധ്യാനിച്ചാൽ നമ്മൾ ഈ എളിമ എന്ന വലിയൊരു പുണ്യത്തിലേക്ക് വളരാനായിട്ട് പറ്റും. എളിമയുടെ മറ്റൊരു, നമുക്കറിയാം, മൂലപാപങ്ങളിൽ
എളിമ എന്ന പുണ്യത്തിൻ്റെ നേരെ മറിച്ചുള്ള ഭാഗമാണ് അഹങ്കാരത്തിൻ്റെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്, ഈ എളിമ എന്ന പുണ്യമില്ലാത്ത എല്ലാ വ്യക്തികളുടെയും സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. 10-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അപ്പോൾ ഈ എളിമയില്ലാത്ത വ്യക്തികൾ, അവർക്കുണ്ടാകുന്ന വലിയൊരു തകർച്ച ഇതാണ്. അവർ അഹങ്കാരത്തിൽ അല്ലെങ്കിൽ എളിമയില്ലാതെ പോകുമ്പോൾ, ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ച് കഴിയുമ്പോൾ, എളിമപ്പെടാൻ പറ്റാതെ വരുമ്പോൾ എന്താണ്, അവർ കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവപ്രീതി അവർക്ക് നഷ്ടമാകുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണിത്. വലിയ മൽപ്പിടുത്തം നടത്തേണ്ട, ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും നമ്മൾ പാപത്തെ നിഹനിക്കാൻ, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ശക്തമായ ഒരു ആയുധമാണ് ജപമാല എന്ന് ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു വലിയ സന്ദേശത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം എന്ന ഈ പാപത്തെ, ഈ മൂലപാപത്തെ തോൽപ്പിക്കാൻ, അതുവഴിയായിട്ട് തടസ്സം നിൽക്കുന്ന ദൈവാനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ജപമാല പ്രിയപ്പെട്ടവരെ ഭക്തിയോടെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ എളിമ എന്ന പുണ്യം നമുക്ക് കിട്ടണം. കാരണം എന്താണ്, അത് മനുഷ്യനെയും കർത്താവിനെയും വെറുപ്പിക്കുന്നു. മനുഷ്യ സന്നിധിയിലും അഹങ്കരിക്കുന്ന ആളുകളോട് വലിയ താല്പര്യമില്ലാതെ വരുന്നു. അഹങ്കാരം ഒരുപാട് ബന്ധങ്ങൾ തകർത്ത് കളയുന്നു. അത് ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ പോലും ഈ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വരുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നതിന് ആകാതെ പോവുക. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം. ഫരിസേയൻ അവൻ്റെ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നവനാണ്, ദേവാലയത്തിൻ്റെ ദശാംശം കൊടുക്കുന്നവനാണ്. നോക്കുമ്പോൾ ആ രീതിയിൽ സമൂഹത്തിൽ എല്ലാ രീതിയിലും മാന്യതയോടെ ജീവിക്കുന്ന ആളാണ്. പക്ഷെ പ്രാർത്ഥനയിൽ ഈ അഹങ്കാരം കയറി വരിക. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദൈവസന്നിധിയിൽ പോലും എല്ലാം കാണുന്ന ദൈവം എന്ന് നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഫരിസേയന് നിയമങ്ങളൊക്കെ അറിയാം, വചനങ്ങളെല്ലാം അറിയാം, കൽപ്പനകൾ എങ്ങനെയാണ് പാലിക്കണം എന്ന് പറയാം. പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഈ ഫരിസേയൻ്റെ ഉള്ളിൽ കടന്നു വരുന്നില്ല. കാരണം ദൈവം അഹങ്കാരിയെ വെറുക്കുന്നു. അവൻ മനുഷ്യനെയും ദൈവത്തെയും വെറുപ്പിക്കുന്നു ഈ അഹങ്കാരം മൂലം. ചുങ്കക്കാരനാകട്ടെ സ്വർഗത്തിലേക്കോ ഉന്നതങ്ങളിലേക്കോ കണ്ണുകൾ ഉയർത്താൻ പോലും പറ്റാതെ അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഒരുപക്ഷെ പാപാവസ്ഥയിലായിരിക്കുന്ന ആൾക്കും ഈ പാപാവസ്ഥയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു പുണ്യം, അവൻ രക്ഷിക്കപ്പെട്ടവനായി ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ, പാപത്തെ തോൽപ്പിക്കാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയാണ് ഈ എളിമ. നമ്മൾ ഈ ജപമാല രാജ്ഞിയുടെ ഈ തിരുനാളും അല്ലെങ്കിൽ ഈ 31 ദിവസത്തെ ഈ ശുശ്രൂഷയിലൂടെയൊക്കെ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. ഇതെല്ലാ പുണ്യങ്ങളും കടന്നു വരുന്ന വഴിയാണ്. എല്ലാ വിശുദ്ധിയുടെയും തലമാണ് എളിമ. എല്ലാ മൂലപാപങ്ങളെയും തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി കൂടി തന്നെയാണ് ഈ എളിമ എന്ന പുണ്യം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം ഈശോയോട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ശക്തമായി നമ്മൾ യാചിക്കണം. ജപമാല കരങ്ങളിലെടുത്ത് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കറിയാം, സഭ ഈ ജപമാല ഒരുക്കിയപ്പോൾ, ഈ മണികൾ, ഈ ജപമണികൾ ഒരുക്കിയപ്പോൾ അതിലെന്നാണ് 53 മുത്തുകൾ അതിൽ ചേർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ ആദ്യ പ്രാർത്ഥനകളിൽ നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലുമ്പോഴും ഒരു 53 മണി ജപം ചൊല്ലാൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസിയും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മയുടെ താഴ്മയെ കടാക്ഷിച്ച ദൈവം ഞങ്ങൾക്കും എളിമപ്പെടാനായിട്ട് ഈ ഒരു മാസക്കാലത്തെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ സഹായിക്കണം. അത് കുടുംബത്തിലും സഭയിലും ജോലി മേഖലകളിലും ശുശ്രൂഷ ചെയ്യുന്ന പലയിടങ്ങളിലും ഒരുപക്ഷെ ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്നവരുമൊക്കെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ഈ എളിമയിൽ വളരാനായിട്ട്. എന്നിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം പറയുകയാണ്, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? പൊടിയും ചാരവുമായി തീരേണ്ടവൻ, മണ്ണോട് ചേരേണ്ടവൻ, അവൻ അഹങ്കരിക്കാൻ എന്താണുള്ളത്? ശരിക്കും തമ്പുരാൻ്റെ എല്ലാം ദൈവദാനമാണെന്നുള്ള വലിയൊരു ചിന്ത. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, അമ്മേ മാതാവേ, എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന്
നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ 31 ദിവസം നമ്മൾ വിവിധ ശുശ്രൂഷകളിലൂടെ ധ്യാന ചിന്തകളും പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഈ എളിമയെന്ന വലിയ പുണ്യം ഞങ്ങൾക്ക് തരാൻ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ കരങ്ങളടിച്ച് നമുക്ക് ഈ സമയം ഒരു ഉണർവോടെ, ഉത്സാഹത്തോടെ, വലിയൊരു ആനന്ദത്തോടെ ഈ ഗാനം ആലപിച്ച് പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷയിൽ ഒരു ശക്തിപ്പെടാനായിട്ട്, ഒപ്പം തന്നെ ഈ എളിമയിൽ വളരാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊക്കെ നടിച്ച് പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ നമുക്കായിരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ അതിൻ്റെ വരികളിലൂടെ നമുക്ക് തന്നെ ഒരു ആത്മീയ യാത്ര ചെയ്ത് പാടി പ്രാർത്ഥിക്കാം. എളിമ എന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. എളിമ എന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമ എന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചെങ്കിൽ ഞാൻ എളിമപ്പെടുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയാണ് എളിമ എന്ന പുണ്യം. അത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തകർക്കും നികളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ. തകർക്കും നികളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ. നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ. എളിമ എന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. എളിമ എന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. നിന്റെ ചെറിയ മക്കൾക്ക്, 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 നിന്റെ ചെറിയ മക്കൾക്ക്. പരിശുദ്ധ അമ്മേ, ഒരു എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് തരണം. പ്രിയപ്പെട്ടവരെ, എളിമപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തോട് ഒരുപാട് അടുക്കും. കാരണം അവനൊന്നും അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല. അവൻ തിരിച്ചറിയുന്ന വലിയൊരു സത്യം ഇതാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് സ്തോത്രഗീതത്തിൽ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ദൈവഹിതത്തിന് അവൾ കീഴ്വഴങ്ങാൻ കാരണം അവളിൽ ഈ പുണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നൊരു കാര്യമാണ്. ദൈവവചനം പറയുന്നതാണ്, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുകയാണ്. 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങുന്നു. അവൻ്റെ ഹൃദയം സൃഷ്ടാവിനെ പരിത്യജിച്ചു. പിന്നെ അവിടെ മറ്റെന്തിനോ സ്ഥാനമുണ്ടായിരിക്കുക. അപ്പോൾ നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സാധിക്കാൻ പറ്റാതെ വരുന്നത് ഇതാണ്, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം. അത് എന്നെ ദൈവത്തിൽ നകറ്റുന്നു. എൻ്റെ ഹൃദയത്തിൽ അതൊരിക്കലും സ്ഥാനമില്ലാതാകുകയാണ്. കാരണം എന്താണ്? വചനം പറഞ്ഞു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. പിന്നെ കർത്താവിന് അവിടെ, അല്ലെങ്കിൽ ദൈവത്തിന്, സൃഷ്ടാവായ ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനമില്ലാതായി മാറി. ഹൃദയം മറ്റെന്തിനേക്കാളും മോശമായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ജപമാല നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഒരു 53 മണി ജപത്തിലാണെങ്കിൽ നമ്മൾ ചൊല്ലുമ്പോൾ, ഓരോ 53 മണി ജപം ചൊല്ലുമ്പോഴും നമുക്കറിയാം 59 തവണ നമ്മൾ ഈ ജപമണികളിൽ, ഈ ബീഡ്സിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാര്യം
വീണ്ടും വീണ്ടും അത് റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ ശരീരത്തെ നമ്മൾ മെരുക്കാൻ പല ശാരീരിക അഭ്യാസങ്ങൾ ചെയ്യുന്നത് പോലെ, ചില ശാരീരിക പരിശീലനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യുമ്പോൾ, ഒരു എക്സസൈസോ അല്ലെങ്കിൽ ചില കായിക അധ്വാനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ വരുതിക്കാക്കുന്ന പോലെ ആത്മാവിനെ നിയന്ത്രിക്കുവാനായിട്ട് ഈ പ്രാർത്ഥനകൾക്ക് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഈ ജപമാല കരങ്ങളിലെടുത്ത് വിശ്വാസത്തോടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊരു വലിയ മാറ്റം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ വരാൻ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരാൻ, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാനായിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ജപമാല പ്രാർത്ഥനയുടെ നമ്മുടെ 150 സങ്കീർത്തനങ്ങൾ ആദ്യകാലങ്ങളിൽ AD 1-2 നൂറ്റാണ്ടുകളിൽ സഭാപിതാക്കന്മാർ, മരുഭൂമിയിലെ താപസന്മാർ, അവരെന്താണ്? അവരുടെ ആവർത്തിച്ചുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ. അതാണല്ലോ 150 സങ്കീർത്തനങ്ങൾ. അപ്പോൾ അതറിയാൻ മേലാതിരുന്ന കാലഘട്ടങ്ങളിലാണ് പിന്നീട് അടുത്ത നൂറ്റാണ്ടുകളിൽ അത് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള വിശുദ്ധ ബ്രിജിത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനകൾ അത് 150 സങ്കീർത്തനങ്ങൾക്ക് പകരമായിട്ട് 150 സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ എന്താണ്? ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. അത് ദൈവത്തെ ആരാധിക്കാൻ, ഒപ്പം തന്നെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇവർ ഈ പ്രാർത്ഥനകൾ രൂപം കൊടുത്തു. പിന്നീട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകളും പിന്നീട് അതിനോട് കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ആയിട്ട് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ജപമാല പ്രാർത്ഥന നമുക്ക് രൂപം കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസങ്ങളിൽ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ലക്ഷ്യം വെക്കേണ്ടത് കാര്യം പാപത്തെ നിഹനിക്കണം, ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് ശക്തമായ ഉപാധിയാണ് ജപമാല എന്ന് ഗ്രിഗറി 13 മാർപ്പാപ്പ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം പറഞ്ഞതുപോലെ നമുക്കത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് എൻ്റെ അഹങ്കാരമെന്ന പാപത്തെ, എളിമയില്ലായ്മയിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ ഞാനായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എൻ്റെ സഭയിലും സമൂഹത്തിലും ശുശ്രൂഷാ തലങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് എന്നെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ 2-ാം ദിവസത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, ഇന്ന് നമുക്കൊരു സൽക്രിയ ആയിട്ട് ചെല്ലേണ്ടത് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? നമുക്കിന്ന് ഈ വചനഭാഗം ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വചനങ്ങൾ നമുക്ക് പ്രാർത്ഥനിക്കാം. ഈ വചനം വായിച്ച് നമുക്ക് കൂടുതലും ധ്യാനിക്കാം. അമ്മയുടെ സ്തോത്രഗീതം ഒരു സൽക്രിയയായിട്ട് നമുക്കിന്ന് കാഴ്ചവെക്കാം. ഒപ്പം സുഹൃതജപമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ. സാധിക്കുമെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ പല പ്രാവശ്യങ്ങളിൽ ഈ സുഹൃദയം ചൊല്ലിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു 10 തവണയെങ്കിലും നമ്മൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായി, ജോലി ചെയ്യുന്നതിന് മുമ്പായി, വിശ്രമിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ സുഹൃദേവം എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വണങ്ങി ഈശോയുടെ വലിയ സ്നേഹം ഈ ആരാധനയുടെ സമയങ്ങളെ അനുഭവിച്ചറിയാൻ തന്നെ എളിമപ്പെടുത്തി ദാസൻ്റെ രൂപം ധരിച്ച ഈശോ നമ്മളെയും എളിമയെന്ന പുണ്യത്തിലേക്ക് നയിക്കാൻ കടന്നു വരണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ ആശ്രയമേ, അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി മാറ്റണമേ, എന്നെ ഈശോയുടേതാക്കി മാറ്റണമേ. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ
ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. എല്ലാം മറന്ന് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും നമ്മുടെ സഭാധികാരികളെയും സഭയെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി ആരാധിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം കർത്താവിനെ ഒരുപാട് സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. നമുക്ക് കർത്താവെ കൂടെ ആയിരിക്കുന്ന സ്നേഹം, കർത്താവെ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് ആ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങളോട് കൂടെ വസിക്കണമേ നാഥ. ഞങ്ങളെ വിട്ടുപിരിയാത്തൊരു സ്നേഹമായി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഒരുപാട് അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കണമെങ്കിൽ, ഞങ്ങളുടെ ആത്മാവിൽ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ അങ്ങ് കൂടെ വസിക്കണം. ആ വലിയ ആഗ്രഹത്തോടെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, ഈശോയെ നോക്കി അങ്ങയിലല്ലാതെ സന്തോഷത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആശ്രയം ഈ ഗാനത്തിന്റെ ഈരടികൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു മെന്റെ സർവവും. ഈശോയോട് ചേർന്ന് അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന. ഈശോയെ നോക്കി പാടി പ്രാർത്ഥിക്കാം. യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ ഈശോയുടെ നേരെ നീട്ടി പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ നോക്കി എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവിലേക്ക് നോക്കി എല്ലാം സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഈശോയെ എന്നേശുവേ അങ്ങേക്കാരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഓ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആരും അനാഥരായി പോകാതെ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് വാഗ്ദാനം നൽകിയ തമ്പുരാൻ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുമ്പോൾ ഈശോയെ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ അവിടുത്തെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ ഈ വചനത്തിൻ്റെ സ്വരം
ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒരു നാളും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഈശോയെ, അവിടുത്തെ സ്നേഹം എല്ലാവരിലേക്കും അങ്ങ് ഈ സമയം വർഷിക്കണമേ. കർത്താവേ, ആരെല്ലാം ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ കർത്താവേ, അവരിലേക്കെല്ലാം അവിടുത്തെ സ്നേഹം ഈ സമയം ഒഴുകട്ടെ. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, സഭയുടെ വിവിധ ശുശ്രൂഷകളിലേക്ക്, പരിശുദ്ധ അമ്മയുടെ സൈന്യനിരയുടെ കൂട്ടായ്മകളിലേക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പൊതുനിയോഗങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ സ്നേഹം ഒഴുകട്ടെ. കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്നത്. ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന അവിടുത്തെ വലിയ വാത്സല്യം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. പരമ പരിശുദ്ധമായ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, പാടാം. തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, സ്നേഹമാം തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമ്മളിന്ന് വചന ശുശ്രൂഷയിലൊക്കെ കേട്ടതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ വാചനത്തിൽ നമ്മളിപ്രകാരമാണല്ലോ വായിക്കുന്നത്: ആത്മാവിൽ എളിമയും അനുതാപവും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പരിശുദ്ധ അമ്മയും അമ്മയുടെ സ്തോത്രഗീതത്തിലും ഇത് തന്നെയാണ് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നത്. അമ്മയെ എലിസബത്ത് പ്രത്യേകമായി പുകഴ്ത്തുമ്പോഴും അമ്മയെ സ്തുതമയെ പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മ പറയുന്നൊരു കാര്യം ഇതാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇന്ന് ദിവികാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ വചന ശുശ്രൂഷയുടെ സമയത്ത് പറഞ്ഞതാണ്. തൻ്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. തൻ്റെ ദാസിയുടെ എളിമയെ, കർത്താവിന് സ്വയം വിട്ടുകൊടുത്തതിൻ്റെ, കർത്താവാണ് എല്ലാറ്റിലും പ്രധാനപ്പെട്ടത്. ഞാനല്ല, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു.
ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് എന്നിലുള്ളത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമ്മതം മൂളിയവളോട് എലിസബത്ത് പറയുകയാണ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തവളാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഈ അഭിവാദന സ്വരം കേട്ടപ്പോഴും ഈ സ്തുതി കേട്ടപ്പോഴും പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്, തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിലൊന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ ഉള്ളിൽ ഈ കർത്താവിനോടുള്ള സ്നേഹം നിറയുമ്പോൾ ഞാനെന്ന ഭാവം ഇല്ലാതാകുകയാണ്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനിമേൽ എൻ്റെ ഈശോയാണ് എല്ലാറ്റിലും ഉപരിയായിട്ടുള്ളത്. അവൻ്റെ സ്നേഹമാണ് എല്ലാറ്റിലും വലുതായിട്ടുള്ളത്. ഞാൻ എൻ്റെ ആത്മാവിൽ എളിമപ്പെടാനും എൻ്റെ പാപങ്ങളോർത്ത് അനുതപിക്കാനും ദൈവവചനത്തോട് വിശ്വസ്തനുമായി തീരാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സ് കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും. കാരണം എന്താ? കർത്താവ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഒരു എളിമയുള്ള ഒരാത്മാവിന് പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ, ദൈവമേ എന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ. എൻ്റെ കുടുംബത്തിൽ എല്ലാം ദൈവദാനമാണെന്ന് കരുതി പ്രാർത്ഥിക്കാൻ. എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ദാനമല്ലാതെ ഒന്നുമില്ല. എൻ്റെ ജീവനും ഈ ശ്വാസവും എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ കുറവുകളെല്ലാം തമ്പുരാൻ അറിയുന്നു. എൻ്റെ പരാതികൾ, എൻ്റെ സങ്കടങ്ങൾ, എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, എന്നെ തന്നെ സ്വയം ശൂന്യയാക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദാസിയുടെ മനോഭാവത്തോടെ നിൽക്കാൻ ഈ 31 ദിവസങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു പോകുമ്പോൾ കർത്താവെ, ഇന്ന് എളിമയെന്ന വലിയൊരു പുണ്യം ഞങ്ങൾക്ക് തരണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പരിശുദ്ധ ദൈവമാതാവിനോട് ദിവ്യകാരുണ്യ സന്നിധി ഞങ്ങൾ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കുക. അമ്മേ മാതാവേ, എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ, ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വിനീത ദാസിയാക്കുവാൻ, ഒരു വിനീത ദാസനായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുത്തുമ്പോൾ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക. തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും. നീ നിന്നെ തന്നെ സ്വയം എളിമപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്മയോടെ കാണുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തും. ആ വലിയൊരു വിശ്വാസത്തോടെ, ആ വലിയൊരു പ്രാർത്ഥനയോടെ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മ മാതാവേ, എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മൾ പാടി പ്രാർത്ഥിച്ചതാണ്. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ അടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നന്നായി കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. കരങ്ങൾ അടിച്ചു പാടി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനമായ എളിമയെന്ന പുണ്യം ഫലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തകർക്കും നികളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ. തകർക്കും നികളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ.
നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, 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 നിന്റെ ചെറിയ മക്കൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിലേക്ക് എല്ലാ ദൈവിക പുണ്യങ്ങളും നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായല്ലോ. ഈ ആരാധനയുടെ സമയത്തും ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്, ഈ എളിമയെന്ന വലിയൊരു പുണ്യം ഞങ്ങളിലേക്ക് നൽകുവാൻ ദിവ്യകാരുണ്യനാഥ അവിടുന്ന് വലിയ കരുണ ഞങ്ങളോട് ചൊരിയണമേ. പരിശുദ്ധാത്മാവിൻ്റെ വീണയായി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി പരിശുദ്ധ അമ്മയെ അവിടുന്ന് തിരഞ്ഞെടുത്തു. വലിയ പുണ്യങ്ങൾ കൊണ്ട് അമ്മയെ അവിടുന്ന് സമ്പന്നയാക്കി. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോനാഥ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, എന്നിലൂടെ അല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് വരാനാകാത്തതുപോലെ എൻ്റെ ഞാൻ മാംസം ധരിച്ച കന്യകാ ഉദരത്തിൻ്റെ ഉടമയായ പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെ ആർക്കും എൻ്റെ പക്കലേക്ക് വരാനാകില്ല. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കലേക്ക് വരാൻ സാധിക്കാത്തതുപോലെ ഞാൻ മാംസം ധരിച്ച കന്യകാ ഉദരത്തിൻ്റെ ഉടമയായ പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെ ആർക്കും എന്നിലേക്ക് വരാൻ സാധിക്കില്ല. ഈശോ തന്നെ പലവട്ടം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എൻ്റെ അമലോത്ഭവ മാതാവിനെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെ നിങ്ങൾ സ്നേഹിക്കുക. അവളിലുണ്ടായിരുന്ന ഈ ഒരു വലിയൊരു പുണ്യം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആരാധന നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പലതും ഇല്ലാതാകും. ഒന്ന് എളിമപ്പെട്ടാൽ, ഈശോയുടെ സന്നിധിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് വിട്ടുകൊടുത്താൽ, കർത്താവിനെ എല്ലാറ്റിലും ഉപരിയായി ഒന്ന് സ്ഥാപിച്ചാൽ, ദൈവസന്നിധിയിൽ സ്വയം ഒന്ന് ശൂന്യനാകാൻ, ഒന്ന് എളിമപ്പെടാൻ കഴിഞ്ഞാൽ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിഞ്ഞാൽ, അതൊരു പരാജയമല്ലത്. എളിമപ്പെടുക, സ്വയം വിനീതനാവുക, ചില പ്രശ്നങ്ങളുടെ സമയത്ത് നിശബ്ദത പാലിക്കുക, മൗനം പാലിക്കുക, അത് തോൽവിയല്ല, ദൈവസന്നിധിയിലുള്ള വലിയൊരു വിജയമാണത്. എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളത്, വരുന്ന ദുരിതങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കാൻ, അതൊരു കൃപ കിട്ടിയേ പറ്റുള്ളൂ. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്, പെട്ടെന്ന് നിരാശയിലേക്ക് പോകുന്നവരുണ്ട്. ഞാനെന്ന ഭാവം നമ്മൾ കാണുന്ന പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു. അഹങ്കാരമുള്ള വ്യക്തി കർത്താവിൽ നിന്നും മനുഷ്യനിൽ നിന്നും വെറുപ്പ് സമ്പാദിക്കുന്നു. കർത്താവിൻ്റെ പക്കലേക്ക് പോകാൻ പറ്റുന്നില്ല. പൊടിയും ചാരവുമായി തീരുന്നവൻ ഈ അഹങ്കാരം ഉള്ളിൽ കയറി കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഈ ഒരു പുണ്യം, ഈ അമ്മ മാതാവിൻ്റെ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഈ തുടർന്നുള്ള ദിവസങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ എളിമയിലേക്ക്, പരിശുദ്ധ അമ്മയുടെ വിനീത ദാസി എന്ന ആ ഒരു മനോഭാവത്തിലേക്ക് ഞങ്ങളെയും വളർത്തണമേ. ഒപ്പം കർത്താവിൻ്റെ ഇഷ്ടം നിറവേറാനായിട്ട് വിട്ടുകൊടുക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരു വലിയൊരു കൃപ ഞങ്ങളിലേക്ക് ചൊരിയുവാൻ
ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അതു കൂരിരുളായാലും അതു താഴ്വരയായാലും, അതു കൂരിരുളായാലും അതു താഴ്വരയായാലും, എൻ കൂടെ ഇരിക്കുന്നോനേ, നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. പരിശുദ്ധ മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതം ഏതാനും വചനങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലി ഈ സമയത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് നിയോഗം വയ്ക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും എന്നെല്ലാമാണ് ദൈവമേ ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ. ഈശോനാഥ, ഈ ജനത്തെ അവിടെ നിന്ന് പഠിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അപ്രകാരം ഒരുക്കണമേ. നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച ദൈവം, സകല തലമുറകളിലും വെച്ച് ഭാഗ്യവതിയായി തീർന്ന അമ്മ മാതാവ്, തൻ്റെ പ്രിയപ്പെട്ട സുധൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായപ്പോൾ അവൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് ആ മരണവും സ്വീകരിച്ച അമ്മ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ എളിമയുടെ വലിയ പുണ്യം നിറയ്ക്കട്ടെ. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പൊതുനിയോഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയുടെ നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം നമ്മുടെ തലമുറകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. സ്തുതിക്കുന്നു യേശുവേ, നന്ദി പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.